തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പകരം ഹൈടെക് സിറ്റിയുടെ ചെയർമാനെ ഞാൻ നേരിട്ട് കണ്ട് കൺസൾട്ടന്റായി ഞാൻ വർക്ക് ചെയ്തോളാന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സത്യമാണോ ഗൗതം നീ പറയുന്നത്? സത്യമാണ്. അത് മാത്രമല്ല, ഹൈടെക് സിറ്റിയുടെ ആ 500 കോടിയുടെ പ്രോജക്റ്റിൽ പ്രണവ് ഇപ്പോ ഒപ്പിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവണം. അപ്പോ നീ പ്രണവിന്റെ കൂടെ പോയി വർക്ക് ചെയ്യുമല്ലേ? അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ എല്ലാം നടക്കും. ഗൗതം കൺസൾട്ടന്റ് ആയില്ലെങ്കിൽ അവരെ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യും. എന്തിനും 1 മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എല്ലാം കലങ്ങി തെളിഞ്ഞു വരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോയി ചെയർമാനെ നേരിട്ട് കണ്ടതോ ഞാൻ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് കൊടുത്തതിനാലാണ് പ്രണവിന് ഈ പ്രോജക്റ്റ് കിട്ടിയത് എന്നൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും അവനത് അറിയുകയും ചെയ്യരുത്. എന്നാലേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രണവേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതെന്റെ പ്രതികാരത്തിന്റെ ദിവസമാ. ഒന്നും മറക്കത്തില്ല ശിവന് ഞാൻ. നീ വാ. താൻ എന്തുവാണ് എന്നെ കുറിച്ച് കരുതിയത്? താൻ ഒപ്പിട്ട് തന്നില്ലെങ്കിലേ ഹൈടെക് സിറ്റിയുടെ 500 കോടിയുടെ പ്രൊജക്ട് ഈ പ്രണവ് ഗോപനാഥിന് കിട്ടത്തില്ലെന്നാണോ? ഈ ശിവാനി ആരാണെന്ന് നിങ്ങൾക്കറിയോ? ശക്തിയാണ് ശക്തി, പ്രണവിന്റെ ശക്തി. ഞാൻ കൂടെ ഉള്ളിടത്തോളം കാലം പ്രണവിന് ഒരിടത്തും തോറ്റു പിന്മാറേണ്ടി വരില്ല. അന്യാധീനമായിട്ട് കൈവശപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ നഷ്ടപ്പെടുന്ന എന്റെ ഫ്രസ്ട്രേഷനിലാണ് താനെന്ന് എനിക്ക് നന്നായിട്ട് അറിയണോ? വലിയ കോൺട്രിബ്യൂഷനോ താൻ വന്ന് നിന്ന് നടത്തി തരണോന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ തള്ളയോട് പറഞ്ഞത് ഇവരുടെ പുഞ്ഞാരുടെ മോന്റെ കയ്യിൽ നിന്ന് ഒരു ഒപ്പിട്ട് വാങ്ങി തരണമെന്ന് മാത്രമാണ്. അപ്പൊ എന്നെ പുച്ഛിച്ചു, പരിഹസിച്ചു. ഞാൻ നിങ്ങളെ പോലെ തെരുവി കിടക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. നോക്ക്, വിജയിച്ചു വന്ന് നിൽക്കുവാ ഞാൻ. ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്ക് പ്രണവേ. ഇതെന്തുവാണെന്നറിയാമോ? ശിവാനി എന്റർപ്രൈസസിന്റെ പേരിൽ പ്രണവ് ഗോപിനാഥ് ഹൈടെക് സിറ്റി പ്രൊജക്ട് നടപ്പിലാക്കി എംബാക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതിന്റെ എഗ്രിമെന്റ് ആയത്. എടുത്ത് വെച്ച് വായിച്ച് നോക്കണോ? അതിന്റെ കോപ്പി ആയത്. കൂടുതൽ അലറൊന്നും വേണ്ട. നിങ്ങളുടെ മുന്നിൽ ഞാനും ഇവിടെ വന്ന് യാചിച്ചതല്ലേ? ഫോൺ വിളിച്ച് കെഞ്ചിയതല്ലേ? അപ്പൊ നിങ്ങൾ എന്തോ കരുതിയത് ഇയാള് മാത്രമാണെങ്കിൽ മിടുക്കരെന്നോ? ഇയാളില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നോ? അങ്ങനെയൊന്നും തോറ്റു കൊടുക്കത്തില്ല ഞാൻ. യഥാർത്ഥ ഈശ്വരമംഗലത്തിന്റെ ചോരയാ എന്റെ ഞരമ്പിക്കൂടെ ഓടുന്നേ, അറിയാമോ? ഒരകന്ന ബന്ധം പോലും പറയാനില്ലാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് ഈശ്വരമംഗലം എന്നുള്ള കടലാസ് നെറ്റിയിലും ഒട്ടിച്ചെന്ന് കരുതിയിട്ടേ അതിന്റെ പാരമ്പര്യം ഒന്നും കിട്ടണമെന്നില്ല. ജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. ഇപ്പൊ കണ്ടോ, ജയിച്ചിട്ട് വന്ന് നിൽക്കുവാ ഞാൻ. ഒരുപാട് നിന്നങ്ങ് വീമ്പിളക്കല്ലേ നീ. നിന്റെ ഈ ജയമൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് അറിയൂ നിനക്ക്? അമ്മ മിണ്ടായിരിക്കെ. അവന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവൻ പറഞ്ഞിട്ട് പോട്ടെ. പറയാൻ വേണ്ടി തന്നെയാണോ വന്നത്? പറയുകയും ചെയ്യും. വന്നതുപോലെ എന്നെ തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഗതി ഇല്ലാതെ നടക്കുവാണല്ലേ ഇപ്പൊ? ഞാനും ആ ഗതിയിൽ എത്തണമെന്ന് തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം ഞങ്ങളുടെ കൂടെയാ. അതുകൊണ്ട് തന്നെയാ നിസ്സാരമായിട്ട് ആ പ്രൊജക്ട് പിടിച്ചടക്കാൻ ഞങ്ങൾക്കായത്. എനിക്കറിയായിരുന്നു നാം എടുത്ത ഒരക്ഷരം മിണ്ടാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയത്തില്ലെന്ന്.
അതുകൊണ്ട് തന്നെയാണല്ലോ മിണ്ടാട്ടമുട്ടിയൊക്കെ നിന്നുപോയത്. ഇതാണ് പ്രണവ് ഗോപിനാഥന്റെ മിടുക്ക്. മനസ്സിലായി കാണുമല്ലോ ഗൗതമിന്.